വലിയച്ഛൻ വരുന്നുണ്ട്. ഭക്ഷണം കുറച്ച് റിച്ച് ആയിക്കോട്ടെ. ഓക്കെ. നല്ല രുചി, ലഘുവാണ്. കുറവുപ്പ്, കുറവെണ്ണ, കുറവ് പഞ്ചസാര. എന്നാൽ കൂടുതൽ ആരോഗ്യം, കൂടുതൽ സന്തോഷവും. അതെ, ശ്രദ്ധയോടെയുള്ള പാചകം ചെയ്യൽ സ്നേഹത്തോടെയുള്ള പാചകം ചെയ്യലാണ്. ശിവൻ വീട്ടിക്കുന്നിന്റെ വിജയത്തിനായി UDF വനിതാ കോൺഗ്രസ് സംഘടിപ്പിച്ച സ്ത്രീ അഗ്നി ആവേശമായി. 100കണക്കിന് പ്രവർത്തകർ അണിനിരുന്ന റാലിയും പൊതുയോഗവും UDFന്റെ ശക്തി വിളിച്ചോതുന്നതായിരുന്നു. UDFന്റെ കരുത്തുറ്റ സാരഥി ശിവൻ വീട്ടിക്കുന്നിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം സംഘടിപ്പിച്ച റാലിയാണ്. ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി ഇതുവഴി കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ജാഗ്രതയോടെ ജ്വലിക്കുന്ന മനസ്സുമായി കരുത്തുറ്റ പോരാട്ടങ്ങൾക്കും അവകാശങ്ങൾക്കുമായി എന്ന മുദ്രാവാക്യമുയർത്തി UDF വനിതാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തിരുവല്ലോമലയിൽ സ്ത്രീ അഗ്നി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. ശിവൻ വീട്ടിക്കുന്നിന്റെ വിജയം സുനിശ്ചിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി നടത്തിയത്. തിരുവല്ലോമല ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുയോഗം മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അവിടെ നിന്നുകൂടി ഞങ്ങൾക്ക് കട്ടെടുക്കാനുള്ള ഒരു അവസരം തരണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ വീടുകളിലേക്ക് കടന്നു വരുന്നവരുടെ ഇരട്ട മുഖം നിങ്ങൾ തിരിച്ചറിയണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്കിവിടെ നിങ്ങളോട് ആദ്യമായിട്ട് പറഞ്ഞു വെക്കാനുള്ളത്. നിങ്ങളോട് ഈ 9-ാം തീയതി ഒരു മാറ്റം വേണമെന്ന് പറയുമ്പോൾ അതിൽ എണ്ണി പറയാവുന്ന മാറ്റങ്ങളുടെ ആദ്യത്തെ കാരണമാണിത്. നമ്മുടെയൊക്കെ വിശ്വാസങ്ങളെ തകർത്തുകൊണ്ട് വിശ്വാസമില്ലാത്ത കുറെ ആളുകൾ അധികാരത്തിലേറി ഇരുന്നു കഴിഞ്ഞാൽ കട്ടെടുക്കുക, മോഷ്ടിക്കുക എന്നത് മാത്രമായിട്ട് ലക്ഷ്യത്തോടു കൂടി പോകുമ്പോ നമ്മുടെയൊക്കെ മകരമാസമായി കഴിഞ്ഞാൽ, മണ്ഡലകാലമായി കഴിഞ്ഞാൽ 41 ദിവസം വ്രതമെടുത്ത് അയ്യപ്പനെ ദർശിക്കാനായി കറുപ്പ് കൊടുത്ത് തലയിൽ കെട്ടും കെട്ടി കയറി പോകുന്ന ഞാനും നീയും ഒന്നാണ് തത്വമസി എന്ന് വിശ്വസിക്കുന്ന നാനാജാതി മതസ്ഥരും ഏകരാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ അയ്യപ്പന്റെ അടുത്തേക്ക് വിശ്വാസികൾ കടന്നു വരുമ്പോ ആ വിശ്വാസത്തെ ഈ ലോകം മുഴുവൻ അംഗീകരിക്കുമ്പോ അങ്ങനെ വിശ്വാസമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ ആ സന്നിധി കടന്നു കയറിയപ്പോ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ വിശ്വാസങ്ങളിലേക്കുള്ള കടന്നുകയറ്റം മാത്രമല്ല, നമ്മുടെ ഈ കേരളത്തിൽ മതചിത്രം ഉണ്ടാക്കാനായിട്ട് രഹന ഫാത്തിമയെ അടക്കം അർദ്ധരാത്രി ശബരിമലയിലേക്ക് കയറ്റി വിട്ടുകൊണ്ട് ഇവിടെ ഒരു സാമൂഹിക ശ്രദ്ധ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ച ആളുകളാണ് എന്നുകൂടി നിങ്ങൾ ആരും മറന്നു പോകരുത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ നേരത്തെ കോൺഗ്രസ് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ടി നിർമ്മല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുഞ്ഞിക്കോയ തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അമീർ അലി, DCC സെക്രട്ടറി TM കൃഷ്ണൻ, വള്ളത്തോൾ നഗർ ബ്ലോക്ക് പ്രസിഡന്റ് PI ഷാനവാസ്, പഴയന്നൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PK മുരളീധരൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ സംസാരിച്ചു. തുടർ ഭരണം കിട്ടിയിട്ടും 10 വർഷക്കാലം കേരളം കട്ടുപിടിച്ച പിണറായി വിജയനും തന്റെ കൂട്ടാളികളായ കൊള്ള സംഘവും പടിയിറങ്ങി. അത് കേൾക്കാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നില്ലേ? അങ്ങനെ ആഗ്രഹിക്കുന്ന സമയത്ത് മറ്റൊരു വാർത്ത കേൾക്കണ്ടേ? ചേലക്കരയിൽ അട്ടിമറി വിജയം. 30 കൊല്ലക്കാലത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് ശിവൻ വീട്ടിക്കുന്ന് തിരിച്ചു പിടിച്ചിരിക്കുന്നു ചേലക്കര. കേൾക്കണ്ടേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ശിവൻ വീട്ടിക്കുന്നിന് നല്ലൊരു ഭൂരിപക്ഷം തിരുവല്ലാമല പഞ്ചായത്ത് കൊടുക്കണം. ഇവിടെ ഇപ്പൊ എല്ലാ വാർഡിലും BJPയുടെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആലോചിക്കുക, അവരുടെ ഈ മുദ്രാവാക്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നത്, അവരിങ്ങനെ പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും എല്ലാം നല്ലപോലെ കുറ്റം പറയുന്നുണ്ട്. സത്യത്തിൽ ആളുകളെ പൊട്ടം കളിപ്പിക്കുകയാണ്. BJP CPM തമ്മിലുള്ള ഡീല് കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഒരു 4-5 സീറ്റിൽ BJPക്കാരെ ജയിപ്പിച്ച 3ാമത് ഭരണത്തിലേക്ക് വരെ പിണറായിനെ സഹായിക്കാം എന്നുള്ള ഒരു ധാരണ അവർ തമ്മിലുണ്ട്. ഇത് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരു മുഖ്യമന്ത്രി ഉണ്ടാക്കാനോ ഐക്യജനാധിപത്യ മുന്നണിക്ക് കുറെ മന്ത്രിമാരെ ഉണ്ടാക്കാനോ കുറെ MLA-മാരെ ഉണ്ടാക്കാനോ ഉള്ള ഒരു തിരഞ്ഞെടുപ്പായിട്ടല്ല ഇത് കാണുന്നത്. കേരളത്തിലെ ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ കിടക്കുന്ന വേദന പുറത്തേക്ക് വരുന്ന ദിനമാണ് ഈ 9-ാം തീയതി എന്ന് പറഞ്ഞാൽ അത് അവിശ്വസനീയമല്ല. തീർച്ചയായിട്ടും ഈ നാട്ടിലെ കർഷകന്റെ, പട്ടിണിക്കാരന്റെ, ഓട്ടോക്കാരന്റെ, തൊഴിലാളിയുടെ ഒക്കെ
ഏറ്റവും അവൻ വിഷമിക്കുന്ന ആ സന്ധിഘട്ടത്തിൽ ഒരു മോചനം പ്രഖ്യാപിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിൽ ഇവിടെ ഒരു ഗവൺമെന്റ് വരാൻ പോകുന്നു. കുത്തമ്പുള്ളി റോഡിൽ നിന്നും ആരംഭിച്ച ഉജ്ജ്വല പ്രകടനം തിരുവല്ലോമലയിൽ സമാപിച്ചു. തിരുവല്ലോമല മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിഷ വിനോദ് നന്ദി പറഞ്ഞു. നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ ശിവൻ വീട്ടിക്കുന്നിനെ വിജയിപ്പിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമുക്ക് അറിയാം, നമ്മൾ 96-ൽ നമ്മുടെ ഈ നിയോജകമണ്ഡലം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നതാണ്. അത് തിരിച്ചു പിടിക്കാനുള്ള ഒറ്റ ശ്രമത്തിലാണ് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഇറങ്ങിയിരിക്കുന്നത്. അതിന് എല്ലാവരുടെയും പിന്തുണ നമുക്കറിയാം. നമുക്ക് നമ്മുടെ വോട്ടല്ല, നമ്മളാൽ കിട്ടുന്ന മറ്റുള്ള വോട്ടുകൾ നമ്മുടെ പെട്ടിയിലാക്കേണ്ടതാണ് നമ്മുടെ ഉത്തരവാദിത്തം. CCV ന്യൂസ് തിരുവല്ലോമല.